റാഫേലേ, മോനെ റാഫേലേ. എന്താ പച്ചാ? മേടിച്ചു നിൽക്കാണ് പിടിച്ചിറക്കി കൊടുന്ന പിശാചേ. കാശ് കിട്ടില്ലോ? പോകടോ. നീ എന്തുട്ടാ പന്തങ്ങണ്ട പെരിച്ചായതിനെ പോലെ നോക്കി നിക്കണേ? അതങ്ങട്ട് തുറക്കണ ശവി. ഈ പിയാനോ നിനക്കുള്ളതാ. ഇനി ഇതും കൊട്ടിയോടി ഇരുന്നോളണം. ഇറച്ചിക്കടയിലേക്ക് എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പോട്ടി അരിഞ്ഞ പട്ടിക്കാ കൊടുക്കും. എടാ, എന്തെങ്കിലും പഠിക്കാൻ തുടങ്ങിയ അതിലൊരു ശ്രദ്ധ വേണം. അല്ലാണ്ട് കന്നാലയുടെ തോലും കരി കടന്നാ പോരാ. നിങ്ങളത് നോക്കേ, മനസ്സിലാവുണ്ടോ നിനക്ക്? ഇത്ര മധുരിക്കുമോ പ്രേമം, ഇത്ര കുളിരേകുമോ? ഇതല്ലേ വീട്? റാഫേൽ, റാഫേൽ, റാഫേൽ. എന്തുകൊണ്ടാ അവനെ വീട്ടിലിരുത്തി 4 ലക്ഷം പറഞ്ഞു കൊടുക്കാൻ സമ്മതിക്കില്ലേ? പുതിയ പിയാനോ പാടിച്ചോണ്ടിരിക്കയാണ്. ഇപ്പൊ ശല്യം ചെയ്യണ്ട. ആഹാ, എന്തായത് എല്ലാരും കൂടി? എടാ, നമ്മുടെ ഓഫീസിൽ കമ്പി വന്നെങ്കിൽ ഇവിടെ അട്ടിയുണ്ട് മറിയുണ്ട്. അവരെ വിളിച്ച് ലോറിയിൽ നിറക്കാൻ നോക്ക്. എന്തുകൊണ്ടാ അവനെ വിളിക്കണേ? അയ്യോ ചേട്ടാ, ആ കമ്പിയല്ല, മദ്രാസിന്ന് ദാ ടെലിഗ്രാം. റാഫേലിന് സിനിമയിൽ പാടാൻ ചാൻസ് വന്നിരിക്കുന്നു. സിനിമയിലാ? ആ നേരണ. ആ നേരന്ന്. സിനിമയിലൊക്കെ പാടി വലിയ ആളായി കഴിയുമ്പോ ഈ പാവങ്ങളൊക്കെ മറന്നുകളയോ ആവോ? കളിയാക്കണ്ട. ചിറ്റയെടുത്ത മാധവ മുതലാളിയുടെ മോള് കശാപ്പുകാരന്റെ മോനെ മറന്നു കളയാണ്ടിരുന്നാ മതി. മറന്നു കളയാനായിരുന്നെങ്കിൽ ഇങ്ങനെ ശല്യം ചെയ്ത് കൂടെ കൂടുന്നായിരുന്നോ? നല്ല കാര്യത്തിനാന്ന് വെച്ചാലും പോണെന്ന് കേട്ടപ്പോ മനസ്സിന് എന്തോ ഒരു വിഷമം. അതിന് ഞാൻ അവിടെ സ്ഥിരതാമസമാക്കാനെന്നല്ലോ പോകുന്നത്. അദ്ദേഹം ക്ഷണിച്ചു, പോകുന്നു. പരാജയം ഉറപ്പാക്കി ഉടനെ ഞാനിങ്ങ് വരില്ലേ? ഏയ് ഇല്ല, ഒക്കെ നന്നാവുള്ളൂ. എനിക്കറിയാം. റാഫേൽ ഒരു വലിയ പാട്ടുകാരനാവാൻ ഭഗവതിയോട് ഞാൻ ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരുപാട് ആരാധകന്മാരൊക്കെ ഉണ്ടാവുമ്പോ മറക്കരുതെന്നൊരു അപേക്ഷയുള്ളൂ. മദ്രാസിൽ എത്തിയാൽ ഉടനെ വിവരത്തിന് പള്ളിമേടലേക്ക് ഫോൺ ചെയ്യുന്നട്ടോ. ഇങ്ങോട്ട് നോക്കിയേ, എന്റെ മോനെ തന്നെ ഏൽപ്പിക്കുക. എപ്പോഴും ഒരു കണ്ണുണ്ടാവണം. കാർലോസ് ഏറ്റൊന്ന് പേടിക്കാണ്ടിരിക്കുക. കൂട്ടം തെറ്റി പോകാൻ ഇവനെന്താ ആട്ടിൻകുട്ടിയാണോ? അവിടെ ചെന്നിട്ടുള്ള കുളി ചൂടുവെള്ളത്തിലാക്കിയാ മതി. വെള്ളം മാറി കുളിച്ച് ശീലമില്ലാത്തല്ലേ. സ്വരശുദ്ധി നോക്കണം. ഇത് ഇത്തിരി പോരേ ഉള്ളൂ. അച്ഛന് വേറെ തരാം. എന്റെ പൊന്ന് കാർലോസ്, തനിക്ക് ഇന്നെങ്കിലും കുടിക്കാതിരുന്നു കൂടെ? ആ ചെക്കനോട് നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇതിയാനൊരു മദ്യപാനം. എല്ലാറ്റിലും വലുത് മദ്യല്ലേ, പിന്നെങ്ങനാ? അതുകൊണ്ടല്ലോ ഈ കന്നാലിനെ പിരിഞ്ഞ് ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ലേ. പോണതാണെങ്കിലും ഒരെത്തും പിടിയില്ലാത്ത നാട്ടിലേക്കും എങ്ങനെ ഒരു മനസ്സമാധാനം ഉണ്ടാവുക? അപ്പച്ചൻ വിഷമിക്കണ്ട. റെക്കോർഡിംഗ് കഴിഞ്ഞാൽ ഉടൻ ഞാൻ തിരിച്ചു വരില്ലേ? മതി. ഇനി സംസാരിച്ചോണ്ടിരുന്ന ട്രെയിൻ അങ്ങ് പോകും. വരട്ടെ. അപ്പച്ചൻ പറഞ്ഞല്ല, ഓർമ്മയുണ്ടല്ല. ശരി. എരിഞ്ഞു മൂകവേദനയിൽ പ്രഭാമയം എന്റെ ഹർഷങ്ങൾ. എരിഞ്ഞു മൂകവേദനയിൽ പ്രഭാമയം എന്റെ ഹർഷങ്ങൾ. പ്രഭാമയം എന്റെ ഹർഷങ്ങൾ. പ്രഭാമയം എന്റെ ഹർഷങ്ങൾ. വ്യഥാപരിശൂന്യ നിമിഷങ്ങൾ. സുധാരസരമ്യയാമങ്ങൾ. വ്യഥാപരിശൂന്യ നിമിഷങ്ങൾ. സുധാരസരമ്യയാമങ്ങൾ. ഒരു മിനിറ്റ്. ബുധനാഴ്ച എന്തായാലും ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ ആയിട്ടുണ്ട്. പുതിയ ആളെ വെച്ചൊരു പരീക്ഷണം വേണോ? നമുക്ക് കഴിഞ്ഞ സെറ്റപ്പ് തന്നെ പോരെ? ആ പയ്യൻ നന്നായിട്ട് പാടും. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്നേ. ശരി, സാറിന് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഓക്കെ. ഹോസ്പിറ്റലിലെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ ഞാൻ ഇടപെടാറില്ല. പേയ്മെന്റ്സിന് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുള്ള നോംസ്
അത് പേഷ്യന്റ് ഫോളോ ചെയ്തേ പറ്റൂ സാർ. ഒരു 2 ദിവസത്തെ സാവകാശം തരണം. അതിനുള്ളിൽ എവിടുന്നെങ്കിലും എങ്ങനെയെങ്കിലും ഞാൻ കാശ്. സോറി, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കാശ് അല്ലെങ്കിൽ പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയിക്കോളൂ. വി ഡോണ്ട് മൈൻഡ്. വേണ്ട സാർ, കാശ് ഇന്ന് തന്നെ അടച്ചോളാം. റാഫേലിന്റെ അപ്പച്ചനെ പോയി കാണുക നിവൃത്തിയുള്ളൂ. ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഓർത്ത് വിഷമിക്കാൻ നിന്നാ അതിനെ നേരം കാണൂ. അയ്യേ, കൊച്ചു കുട്ടികളെ പോലെ കണ്ണൊക്കെ നിറച്ച് ഇത്രയ്ക്ക് തൊട്ടാവാടിയാണോ? ഇല്ല, എനിക്കറിയാം. എല്ലാവരും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കാൻ. എനിക്കിനി പാടാൻ പറ്റില്ല. വളരെ ശരിയാ. ഇപ്പൊ പാടാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോ നട്ടല് ചെറുതായിട്ട് വളയും. അത് കഴിയുമ്പോ ഒരു വാല് മുളയ്ക്കും. തെറ്റെന്റെയാ. നിന്നെ വല്ല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ട് അഡ്മിറ്റ് ചെയ്യേണ്ടതായിരുന്നു. ഇനി നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാനില്ല. ഞാൻ അവന്റെ അപ്പച്ചനെ വിവരം അറിയിക്കാൻ പോവാ. അപ്പച്ചൻ അറിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങേര് ഇവിടെ എത്തിയാലേ എനിക്കിവിടെ പിടിച്ചിരിക്കാൻ പറ്റൂ. നമ്മുടെ ഈ സോഫ്റ്റ് ലൈനൊന്നും ഇവന്റെ അടുത്ത് പറ്റില്ല. അങ്ങേരുടെ കുന്നംകുളം ഭാഷയിലുള്ള 10 തെറി കേട്ടാലേ ഇവൻ ശരിയാവും. ഞാൻ മടങ്ങി വരുന്ന ഒരു കുട്ടി ഇവിടെ കാണുമല്ലോ എന്നിരുന്ന് എപ്പോഴും ഇവിടെ നിൽക്കണ്ട. അത് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കും. അവസാനം ഭ്രാന്ത് ചികിത്സയ്ക്ക് ഞാൻ ഇവനെ കൊണ്ട് വല്ല സ്ഥലങ്ങളും. പ്രണവ സ്വരൂപ വക്രതുണ്ടം പ്രണവ സ്വരൂപ വക്രതുണ്ടം പ്രണവ സ്വരൂപ വക്രതുണ്ടം. ജനാല അടച്ചിട്ടുണ്ട്. ജനാല അടച്ചിട്ടുണ്ട്. തുറന്നിട്ടേറാ ശവി. പാട്ടും കേട്ട് ഒന്ന് ഇറച്ചി വെട്ടാന്ന് വെച്ചാ അതും സമ്മതിക്കില്ല. അപ്പൊ റാഫേലോ ഒരാഴ്ച കഴിയാതെ അവന് വരാൻ പറ്റില്ല. എന്നിട്ട് അവനെ അവിടെ തനിച്ചാക്കിട്ട് നീ ഇങ്ങോട്ട് പോരിയായി. കയ്യിലുണ്ടായിരുന്ന പണമൊക്കെ തീർന്നു. ആശുപത്രിയിലൊക്കെ ഇപ്പൊ എന്ത് ചെലവാന്നറിയോ? ആശുപത്രിയിലാ? അതെ, അവന് തൊണ്ടയിൽ ചെറിയൊരു വേദന. സിറ്റിയിലുള്ള ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. പേടിക്കാനൊന്നുമില്ല. എപ്പോഴാ കിടത്തിയേ? ഒരാഴ്ചയായി. എന്റെ മോനെ ഒരാഴ്ച ആശുപത്രി കിടത്ത് നീ ഇപ്പഴാ വന്ന് പറഞ്ഞേ? എന്റെ മോനെ എന്തുണ്ടാ പറ്റിയേ? പേടിക്കാനൊന്നും ഇല്ലെന്ന് പറഞ്ഞില്ലേ കാർലോസ് ചേട്ടാ? ഇവിടെ ഇതാണ് ഹോസ്പിറ്റൽ. 2ാമത്തെ നില, റൂം നമ്പർ 204. ഞാൻ STD വിളിച്ച് ഒരു ഗാനമേളയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് വരാം. ഓക്കെ? എടോ, തനിക്കെന്താ കണ്ണുണ്ടൂടെ? മനുഷ്യൻ നടക്കുന്ന വഴിക്ക് ചില്ലുകൊണ്ട് വെച്ചിട്ട് പോക്കത്തിനും പറ. നിങ്ങൾ ആരാ? പേഷ്യന്റ് ആണോ? എന്തോട്ട് പേഷ്യന്റ്? എന്റെ പേര് കാർലോസ് ആണ്. കാലം കാർലോസ് എന്ന് പറഞ്ഞാലേ അറിയൂ. കശാപ്പുകാരനാണ്. ആ പൊട്ടിച്ച ഗ്ലാസിന്റെ പൈസ വേഗം അടച്ചേ. പൈസയോ? പേടിപ്പിക്കാൻ പൈസ എനിക്ക് പ്രശ്നമില്ലാട്ടോ. പൊള്ളാച്ചിന്ന് 100 എരുമേനെ കൊണ്ടുവന്ന് മറിച്ച് വിറ്റിട്ട് ഈ ആശുപത്രി ഞാൻ വിലക്കാൻ വാങ്ങും. കൂടുതൽ സംസാരിക്കണ്ട. ഓഹോ, ഈ പറഞ്ഞത് ചെയ്തിട്ട് വല്ല സർക്കാർ ആശുപത്രിയിലും പൊയ്ക്കോ. സർക്കാർ ആശുപത്രിയിൽ എന്താ മോടെ അമ്മായിയമ്മ കിടപ്പുണ്ടാ? എന്റെ ആരുമില്ലട്ടോ. എന്റെ മോൻ റാഫേൽ ഇവിടാണ്. ഏത് റൂമിലാ നിങ്ങളുടെ മകൻ റാഫേൽ കിടക്കുന്നത്? 2ാം നിലയില് 204. നിങ്ങൾക്ക് ആശുപത്രി തെറ്റിക്കാണും. 204 റാഫേൽ അല്ല, ഒരു ജോൺസണാ. ജോൺസണാ? ഹൈ, നിങ്ങളെ കൂടെ അവന്റെ പേരെ മാറ്റിയ റാഫേലാണ്. ഈ സിനിമയിലൊക്കെ പാടില്ലേ, മറന്നോ നീ നിലാവിൽ നമ്മളാദ്യം കണ്ടൊരാ രാത്രി. അതൊക്കെ അവൻ പാടുകന്നേ. ഞാനവന്റെ അപ്പന്നെ. സംശയന്റെ ആർക്കെങ്കിലും എന്റെ റൂമിലേക്ക് വന്നോളൂ. ഈ സിനിമയിലൊക്കെ പാടാനുള്ള റാഫേൽ എന്റെ മോനെ. വരട്ടെ.